ആഡിയേഴ്സ് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അസൈൻമെൻറ്റിൻ്റെ വർക്കുകളുണ്ട്, അതുപോലെ ഡെസിറ്റേഷൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും കൊടുക്കേണ്ട കാരണം കുറച്ച് തിരക്കായി പോയി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഡെസിറ്റേഷനെ കുറിച്ചൊന്നും പറയാൻ വന്നിട്ടില്ല. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് തീരെ സപ്പോർട്ടേഴ്സ് ഇല്ല കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ വീഡിയോ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഡെയിലി ക്ലാസ്സിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും. നമ്മൾക്ക് ഡെയിലി പഠിക്കുന്ന കുട്ടികളുടെ അടുത്തുനിന്നും ഡെസിറ്റേഷൻ വർക്കുകൾ വരാറുണ്ട്, ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നവരുടെ അടുത്തുനിന്നും വർക്കുകൾ വരാറുണ്ട്. സോ ഞാനിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നവർക്കാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ ഇഗ്നൂലല്ല, ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഡെസിറ്റേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്ന പേരിലായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. നിങ്ങളിപ്പോൾ BCയോ അല്ലെങ്കിൽ എന്താണ് പറയുക സൈക്കോളജിയോ അല്ലെങ്കിൽ MBയോ MCOMോ BCOMോ എന്തും ആയിക്കോട്ടെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക. അതിൽ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആ ടോപ്പിക്ക് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഒരു സൈക്കോളജി എടുത്ത ഒരു സ്റ്റുഡൻറ്റ് സൈക്കോളജി ബേസ് ചെയ്തിട്ടൊരു ടോപ്പിക്കിലായിരിക്കും റിസർച്ച് ചെയ്യേണ്ടി വരിക. ആ സമയത്ത് MBA പഠിച്ചൊരു കുട്ടിയാണ് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ MBA റിലേറ്റ് ചെയ്തിട്ട് ടോപ്പിക്കായിരിക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ടീച്ചേഴ്സിന് അവർ നമ്മളുടെ ഏത് കോളേജിലാണോ നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അവർ അതിൽ നിന്ന് തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ അതാത് RC ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എവിടെയാണോ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എവിടെയാണോ നടക്കുന്നത് അവിടെ വിളിച്ച് ചോദിക്കുക. നിങ്ങളുടെ കൗൺസിലേഴ്സിൻ്റെ നമ്പർ തരാൻ പറയുക. അതിനുശേഷം അവർ കൗൺസിലേഴ്സിൻ്റെ നമ്പർ തന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക. ചില ടീച്ചേഴ്സ് എല്ലാം ക്യാഷ് മേടിച്ചിട്ടായിരിക്കും ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക, ചിലരൊന്നും പൈസ മേടിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പം ഈ പൈസ ഉണ്ടോ പൈസ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഈ ലിസ്റ്റിൽ നോക്കി നിങ്ങൾ കൺഫേം ചെയ്ത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കി നിങ്ങൾ അപ്രോച്ച് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയുമായിരിക്കും. അതല്ലെങ്കിൽ ചില കോഴ്സിനെല്ലാം നിങ്ങൾക്കൊരു ഫിക്സ്ഡ് ആയിട്ട് ടോപ്പിക് ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കിലായിരിക്കും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ സ്റ്റെപ്പ് വൈസ് എല്ലാം ഈ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓരോ സ്റ്റെപ്പും എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെ. ചില കോഴ്സിലെല്ലാം സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരിക്കും. ഇപ്പോൾ സൈക്കോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ MCOM ആയിക്കോട്ടെ, ഇതിലൊക്കെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും കൂടെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 100 പേരെ ഡാറ്റ ശേഖരിക്കേണ്ടി വരും. ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ ഫോം വഴിയോ അല്ലെങ്കിൽ പെൻസിലും പേനയും ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെടുത്ത ടോപ്പിക്ക് ഈ പറയുന്ന 100 ഗൂഗിൾ ഫോം സെറ്റ് ചെയ്യും. അതിനുശേഷം നമുക്കറിയാവുന്ന നമ്മൾ ഈ എടുത്ത ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്കെല്ലാം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. അവരതിൽ ഗൂഗിൾ ഫോമിൽ തന്നെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. ആ കിട്ടുന്ന 100 ഡാറ്റയാണ് നമുക്ക് സ്റ്റാറ്റിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനി ഈ പറയുന്ന പോലെ പെൻസിലും പേപ്പറും യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി ഡാറ്റ എടുക്കേണ്ടി വരും. ആരുടെയൊക്കെ അടുത്ത് ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങളൊരു ഒരു കുട്ടിക്ക് ഒരു വയ്യായ്കയുള്ള ഒരു കുട്ടിയാണ്, ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്, അവരെ കുറിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഓട്ടിസം ഉള്ള കുട്ടികളുടെ അടുത്ത് നിങ്ങൾ പോകേണ്ടി വരും പെൻസിലും പേനയായിട്ട്, ഒരു പേപ്പറുമായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഗൂഗിൾ ഫോം സെറ്റ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കുക. അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഒരു ഓട്ടിസം ബാധിച്ച കുട്ടി ഒരു ഗൂഗിൾ ഫോം സെറ്റ് ചെയ്ത് തരില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഡാറ്റ ശേഖരിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് ഡാറ്റ ശേഖരണം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മൾ കോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് തരുന്ന ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ. അതിന് വേണ്ടി അവർ എക്സ്ട്രാ പേയ്മെൻറ്റ് മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തു തരും. ചില ടീച്ചേഴ്സ് പൈസ മേടിച്ചാലും സ്റ്റാർട്ട് ചെയ്ത് തരത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ടാവുക കോൺടാക്ട് ചെയ്തിട്ട്. അപ്പം ഈ സ്റ്റാർട്ട് ചെയ്യാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ ഈ സ്റ്റാർട്ട് ചെയ്ത് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് അറിയുണ്ടാവില്ല. ഇനി അതല്ല, ടീച്ചർ സ്റ്റാർട്ട് ചെയ്ത് തന്നാലും നമുക്ക് ആ റിസൾട്ടും ഡിസ്കഷനും എഴുതാൻ അറിയണമെന്നുണ്ടാവില്ല. സോ ഇവരെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു മോണിറ്ററിങ് മാത്രമാണ് ഈ ടീച്ചേഴ്സ് തരിക. അതാണ് സത്യം. ഓക്കെ, അവർ എത്ര പേയ്മെൻറ്റ് വാങ്ങിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരാമെന്നവർ പോകുന്നില്ല. എല്ലാ ഗൈഡൻസും അവർ തരും കേട്ടോ. പ്രോപ്പറായി ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും, അത് ഷുവറാണ്, ഗ്യാരണ്ടറാണത്. ഇതിന് ശേഷം നിങ്ങൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടീച്ചേഴ്സ് സൈൻ ചെയ്ത് ഒപ്പിട്ട് തന്നാൽ നിങ്ങളിത് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത്, ചില RCകളിലാണെങ്കിൽ RCകളിൽ കൊണ്ടുപോയി ഇത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിന് വേണ്ടി ഒരു വൈവി ഉണ്ടാവും. അത് നമ്മൾ മിക്കവാറും ഓൺലൈനിലൊക്കെ തന്നെയായിരിക്കും. ഇത് സബ്മിഷൻ കഴിഞ്ഞ് നമ്മളൊരു ഫീ അടയ്ക്കണം. ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിന് ഫീ അടയ്ക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ
എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഡെസിറ്റേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റിന് വേണ്ടി ഒരു ഫീ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അടയ്ക്കണം. എന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ വൈവ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണോ ഈ പ്രോജക്റ്റിൽ ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ചോദിക്കും. ഇപ്പം നമ്മളായി ഡെസിറ്റേഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ വൈവയ്ക്ക് വേണ്ടി ഒരു പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെസിറ്റേഷൻ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പറയുന്ന ചാനലിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യൂ. നമ്മൾ പേഴ്സണൽ നമ്പർ തരാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഡെസിറ്റേഷൻ ആവശ്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക, അസൈൻമെൻറ്റ് ആവശ്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ.